ഹലോ ഗൈസ്, ഞാനിന്നൊരു ഷോപ്പിംഗ് വ്ലോഗുമായിട്ടാണ് നിങ്ങളെ മുന്നിലേക്ക് വരുന്നത്. അപ്പോൾ ഷോപ്പിങ്ങിന് പോകുന്നതിന് മുന്നേ നമുക്കൊന്ന് ചെറുതായിട്ട് ഒരുങ്ങാം. അപ്പോൾ ഞാൻ ആദ്യം ഒരു മോയ്സ്ചറിങ് എടുത്തു. ഡവിൻ്റെ മോയ്സ്ചറിങ് ആണ് എടുത്തത്. മോയ്സ്ചറിങ് ക്രീം എടുത്തു, അപ്ലൈ ചെയ്തു. ദെൻ ഈവനിങ് ടൈം ആയതുകൊണ്ട് ഞാൻ അധികം സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നില്ല, കുറച്ച് മാത്രം എടുത്തിട്ട് സൺസ്ക്രീൻ അപ്ലൈ ചെയ്തിട്ടുണ്ട്. പിന്നെ ഐബ്രോസ് നമുക്ക് ഫിൽ ചെയ്യാം. ഐബ്രോസും പിന്നെ ഞാൻ കുറച്ചതായിട്ട് ഷേപ്പ് ചെയ്തിട്ട്, അതുകൊണ്ട് ചെറുതായിട്ട് മാത്രമേ ഞാൻ ഫില്ല് ചെയ്യുന്നുള്ളൂ. പിന്നെ ഒരു കളർ ഉപയോഗിച്ചിട്ട് ലാഷസ് കേൾ ചെയ്തു. ഇത് ഞാൻ നിർബന്ധമായിട്ടും ചെയ്യുന്നൊരു കാര്യമാണ്. പിന്നെ കണ്ണ് എഴുതാം. മസ്കാര ഇട്ടിട്ട് പിന്നെ കണ്ണ് എഴുതാം. കണ്ണ് ഞാൻ മുകളിൽ എഴുതുന്നില്ല. ഞാൻ അത്യാവശ്യം ഫങ്ഷനും മറ്റുള്ള കാര്യങ്ങൾക്ക് മാത്രമേ കണ്ണ് എഴുതാറുള്ളൂ. പെട്ടെന്നുള്ള ഒരുക്കത്തിൽ കണ്ണ് എഴുതിയാൽ അത് കുളമായി പോകും. പിന്നെ ഞാനൊരു ലിപ്പ് ലൈനർ എടുത്തിട്ട് ഒന്ന് ലൈൻ ചെയ്ത് കൊടുത്തു. ഇത് ഞാൻ എപ്പോഴും ചെയ്യുന്ന കാര്യമാണ്. പിന്നെ ഒരു ന്യൂഡ് കളർ ലിക്വിഡ് ലിപ്സ്റ്റിക്ക് എടുത്തിട്ട് അപ്ലൈ ചെയ്തു. പിന്നെ ഒരു നോർമൽ ഹെയർ സ്റ്റൈലും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പോകാം. അപ്പോൾ പോകുന്നതിന് മുന്നേ എനിക്കൊന്ന് റയാനിയും കൂട്ടിയിട്ടൊന്ന് ഹോസ്പിറ്റലിൽ പോകണം. അവന് ചെറിയൊരു അലർജിക്ക് വന്നിട്ടുണ്ട് ചുണ്ടിന് താഴെ. അത് ചെറിയൊരു റാഷസാണ്. അപ്പോൾ ഡോക്ടർ അപ്പോയിൻമെൻ്റ് എടുത്തു. ഡോക്ടർ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, പെട്ടെന്ന് മാറിക്കോളാം. ഒരു ഓയിൻമെൻ്റാണ് അവന് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതും കൂടി കാണിച്ചിട്ട് നമ്മൾ നേരെ പോകുന്നത് ലുലുവിലേക്കാണ്. അപ്പോൾ ലുലുവും ക്ലിനിക്കെല്ലാം കൂടി അടുത്തടുത്തുള്ള സ്ഥലം തന്നെയാണ്. നമുക്ക് വീട്ടിന് അടുത്ത് ലുലു നെസ്റ്റൊക്കെ ഉണ്ട്. നല്ലൊരു ഏരിയ ആണ്. അപ്പോൾ ലുലു പോയിട്ട് എനിക്ക് ഒരുപാട് സാധനമൊന്നും വാങ്ങാനില്ല. എനിക്ക് മെയിനായിട്ട് കുറച്ച് കറി ഐറ്റംസാണ് വാങ്ങാനുള്ളത്. ഗാർമെൻറ്റ് സെക്ഷനിലും ഫുഡ് വെയർ സെക്ഷനിലും ഒന്നും ഇപ്പം പോകുന്നില്ല. അപ്പോൾ ചെറിയൊരു ഷോപ്പിംഗ് ആയിരിക്കും നമുക്ക്. അപ്പോൾ അത് തന്നെ നമ്മൾ ഓഫർ സെക്ഷനൊക്കെ നോക്കി. കാര്യമായിട്ട് ഓഫറൊന്നുമില്ല, കാരണം വീക്കെൻഡ് ആയിട്ടില്ല. അന്നേരമാണ് കുറേ സെയിൽ ഉണ്ടാവാറ്. ആൾക്കാരും കുറവാണ്. നമ്മൾ ആദ്യം പോകുന്നത് ഫിഷ് നോക്കാനാണ്. ഫിഷ്, മീറ്റ്, ചിക്കൻ എന്തെങ്കിലും ആയിട്ട് വാങ്ങണം. അപ്പോൾ അത് ആദ്യം കട്ട് ചെയ്യാൻ കൊടുത്തിട്ടാണ് നമ്മൾ ബാക്കിയുള്ള സാധനങ്ങൾ എപ്പോഴും എടുക്കാറ്. അപ്പോൾ ഫിഷ് കാര്യമായിട്ടൊന്നുമില്ല. ഇതൊക്കെ ഞങ്ങൾ ഇന്നും ഇന്നലെയായിട്ട് കഴിച്ച ഫിഷാണ്. ഇത് കണ്ടോ, ഇതൊരു നൊയിച്ചിങ്ങയാണ്. നമ്മൾ നാട്ടിലെ വയലിൽ കാണുന്നത്. അത് കണ്ടിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പിന്നെ ഇത് ലൈവായിട്ട് കൊടുക്കുന്നത് ഫ്രഷ് പിലോപ്പിയാണ്. അപ്പോൾ പിലോപ്പി അധികം മൂവ്മെൻ്റ് ഇല്ലാത്ത ഐറ്റമാണ് നമ്മുടെ വീട്ടിൽ. വല്ലപ്പോഴും വാങ്ങും. അപ്പോൾ അത്ര സാറ്റിസ്ഫൈഡ് അല്ല ഫിഷ് കണ്ടിട്ട്. അപ്പോൾ നമ്മൾ വെച്ചൊന്ന് മീറ്റ് നോക്കാം. അപ്പോൾ അതിനിടയ്ക്ക് പോയി പാലെടുത്തു ചായൻ്റെ. മീറ്റ് നോക്കിയപ്പോൾ മീറ്റിലും വലിയ കാര്യമായിട്ടൊന്നുമില്ല. അപ്പോൾ ചിക്കൻ തന്നെ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ചിക്കൻ എടുത്തിട്ട് ഇതിന് കട്ട് ചെയ്യാൻ കൊടുക്കണം. അത് കട്ട് ചെയ്യാൻ കൊടുത്തിട്ട് നമുക്ക് ബ്രെഡ് എടുക്കണം. ബ്രെഡ് എടുക്കാൻ വേണ്ടിയിട്ട് ബേക്കറി സെക്ഷനിലേക്ക് പോയി. അവിടുന്ന് കുറച്ച് ഈവനിങ് സ്നാക്സൊക്കെ ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ എടുത്ത് പൊറുക്കി ഇട്ടു. പിന്നെ നല്ല ഓഫറിന് കുറേ പ്ലേറ്റ്സൊക്കെ ഉണ്ട്. പക്ഷേങ്കിൽ ഓഫർ കഴിഞ്ഞിട്ടും നല്ല റേറ്റാണ്. നാട്ടിലൊരു 350 രൂപ വരും. അപ്പോൾ അതും എടുത്തില്ല. പിന്നെ അതിങ്ങനെ അടുത്ത സാലറിയിൽ എടുപ്പിക്കും എന്ന് വിചാരിക്കുന്നു. പിന്നെ ഞങ്ങൾ ഫ്രൂട്ട്സിൻ്റെ സെക്ഷനിലേക്ക് പോയി. ഫ്രൂട്ട്സും എടുക്കണം, വെജിറ്റബിൾസും എടുക്കണം. ഞാൻ അവിടുന്ന് എന്തൊക്കെയോ പറയുന്നുണ്ട്. ആ നടന്ന് വരുന്ന വഴിയിൽ കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത് ട്രോളിയിൽ ഇട്ടിട്ടുണ്ട്. അത്യാവശ്യം മാത്രം. പിന്നീട് ഞങ്ങൾ ഫ്രൂട്ട്സ് വാങ്ങാമെന്ന് വെച്ചു. ഫ്രൂട്ട്സും ഏകദേശം വീട്ടിലുണ്ട്, ഇല്ലാത്തതൊക്കെ നോക്കി വാങ്ങുകയെന്ന്. റേഷൻ്റെ സ്നാക്സിന് പകരം ഞാൻ ഫ്രൂട്ട്സ് കട്ട് ചെയ്തിട്ട് സ്കൂളിലേക്ക് കൊടുക്കുന്നതാണ്. ഫ്രൂട്ട്സ് എടുത്തു. പിന്നെ ലാസ്റ്റ് കൗണ്ടറിലേക്ക് പോകുമ്പോൾ ഐസ്ക്രീം മറന്നുപോയത്. അപ്പോൾ ഐസ്ക്രീം എപ്പോഴും വാങ്ങും. ഐസ്ക്രീം, ലേസ്, ചിപ്സ്, അങ്ങനെ കുറേ ഐറ്റംസ് വാങ്ങണം. അപ്പോൾ അവൻ്റെ ഫ്ലേവർ നോക്കി തിരഞ്ഞെടുത്തു. അപ്പോൾ നേരെ വീട്ടിലേക്കാണ്. വീട്ടിൽ പോയിട്ട് ഫുഡ് കഴിക്കണം. റയാൻഷ് ഹോംവർക്ക് ഫുൾ ചെയ്തിട്ടില്ല, അപ്പോൾ അത് ചെയ്യാനുണ്ട്. അതൊക്കെ ചെയ്തിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് പോവുകയാണ്. സാധനങ്ങളൊക്കെ എടുത്തു വെച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ കഴിഞ്ഞു. അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ, ഷെയർ ചെയ്യണേ. ബൈ.